പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ അതിരാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന് താൻ കൊടുക്കുന്ന വാഗ്ദത്തത്തെ ഏറ്റുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോട് ഈ ഇരുട്ടോടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. നമ്മുടെ ദൈവം നല്ലവനാണ്, നമ്മുടെ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു നാളിൽ ലജ്ജിച്ചു പോകത്തില്ല. ആ ദൈവത്തിൻ്റെ വായിന്നൊരു വാക്ക് വന്നെങ്കിൽ അത് ഏറ്റെടുത്ത് അതനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ തന്നെ അർപ്പണിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു ഭവനം, ഒരു വ്യക്തി ഒരു നാളും നശിച്ചു പോകത്തില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് 5-ാമത്തെ മാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വർഷം ആരംഭിച്ച് ഇന്നലെയോട് 120 ദിവസങ്ങൾ കഴിഞ്ഞു. 121-ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരപ്പൻ തൻ്റെ ചുമലിൽ വെച്ച് ചുമക്കുന്നത് പോലെ, ഒരമ്മ തൻ്റെ എളിയിൽ വെച്ച് ചുമക്കുന്നത് പോലെ നമ്മളെ ചുമന്നു കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 120 ദിവസത്തിൻ്റെ അകത്ത് നമ്മുടെ ലോകത്തിൽ, നമ്മുടെ ചുറ്റുഭാവങ്ങളിൽ, നമ്മുടെ ദേശത്തിൽ നടന്ന ഓരോ സംഭവങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ ഭ്രമിക്കக்கூடிய സംഭവങ്ങളാണ്, ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാണ്. ஆனால் കർത്താവ് നമ്മളെ കാത്തു, നമ്മളെ സൂക്ഷിച്ചു, നമ്മളെ പരിപാലിച്ചു. നമുക്കൊരു ദോഷവും തട്ടാതെ ജീവനോട്, ബലത്തോട്, ആരോഗ്യത്തോട് ഈ ദിവസം കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഈ പ്രാർത്ഥന, ഈ വാഗ്ദത്ത പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ രാവിലെ വന്ന് ഇരുട്ടോടെ വന്ന് ഇവിടെ ഇരുന്നത് കേൾക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ഇത് ദൂരത്തിനും സമീപത്തിനും എൻ്റെ ദൈവം മതിയായവനാണ്. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി നമ്മളെ നടത്തും. ദൈവം മതിയായവൻ. ദൈവം ഒന്ന് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും. ദൈവം വാക്ക് മാറാത്തവൻ, വാഗ്ദത്തത്തിൽ അതേ വിശ്വസ്തതയുള്ള ദൈവം, നമ്മുടെ ദൈവം, നാം ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദത്തം നിങ്ങൾക്ക് സ്വന്തമാക്കുക, കരസ്ഥമാക്കുക, ഏറ്റെടുക്കുക, വിശ്വസിക്കുക. ഇതിന് നിമിത്തം ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും എന്ന് 100% നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് വെളിപ്പെടും. ദൈവം നിങ്ങളെ അനാഥരായി വിടത്തില്ല, ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. ഈ മാസം നമുക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എബ്രയർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് നമുക്ക് ഈ മാസം ദൈവം വാഗ്ദത്തമായി തരുന്നത്. നമ്മുടെ സഭയിൽ മാസം തോറും 1-ാം തീയതി രാവിലെ ഈ പ്രാർത്ഥന നടക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. ഈ മാസത്തിൻ്റെ ഫസ്റ്റ് ഡേ അധികാല സമയത്ത് ഇരുട്ടോടെ ദൈവസനത്തിൽ വന്ന് ഈ വചനം കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ പതിക്കുകയാണ് കുഞ്ഞുങ്ങൾ. അത് എടുത്തുകൊണ്ട് പോവാണ് കുഞ്ഞുങ്ങൾ. ആ വചനത്തിൻ്റെ മേൽ ആ മാസം മുഴുവൻ അവർ ജീവിക്കുകയാണ്, ആ വചനത്തെ ധ്യാനിക്കുകയാണ്. അന്ന് പത്രോസ് സമുദ്രത്തിൻ്റെ മേലെ നടന്ന് നമുക്കറിയാം, കടലിൻ്റെ മേലെ നടന്ന് നമുക്കറിയാം. എതിൻ്റെ മേലെ പത്രോസ് നടന്നറിയാമോ? ദൈവത്തിൻ്റെ വാക്കാണ്. നീ വാ എന്നൊരു വാക്ക് ദൈവം പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ മേലാണ് അവൻ നടന്നത്. ആ വാക്കിൻ്റെ മേലാണ് നടന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ അവനൊന്ന് കുനിഞ്ഞു നോക്കി, തിരമാലകൾ കണ്ടു, ആ ചുഴൽക്കാറ്റുകൾ കണ്ടു, അലകൾ കണ്ടു, പേടിച്ച് അവൻ താഴോട്ട് പോവുകയാണ്. അവിടെയും ദൈവം അവനെ വലിച്ചു കയറ്റി. മറുപടിയും അവനെ കർത്താവ് കാത്തു സൂക്ഷിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ വാക്ക് യാരെല്ലാം വിശ്വസിക്കുന്നോ, യാരെല്ലാം ഏറ്റെടുക്കുന്നോ അവരുടെ ജീവിതത്തിലാണ് ഈ ദൈവത്തിൻ്റെ ആ മഹത്വം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ കൊടുക്കുന്ന ഈ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. ഇവിടെ എന്തുവാ എഴുതിയിരിക്കുന്നത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ദൈവം ആരോട് പറഞ്ഞതാണെന്ന് മേലെ നോക്കുമ്പോൾ 13-ാം വാക്യത്തിൽ ദൈവം ആബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്തത്തിൻ്റെ പുറകിൽ നിങ്ങൾ ആബ്രഹാമിൻ്റെ ചരിത്രം ഒന്നെടുത്ത് നോക്കണം. ആബ്രഹാമെ ദൈവം എവിടുന്നാണ് വിളിച്ചത്, അവൻ എങ്ങനെ ഇറങ്ങിത്തിരിച്ചു വന്നത്, അതിനുശേഷം ഈ വാക്കങ്ങോട്ട് കേട്ട് അനുസരിച്ചപ്പോൾ, ഈ വാർത്ത അവൻ വിശ്വസിച്ചപ്പോൾ, ഈ വാഗ്ദത്തം അവൻ ഏറ്റെടുത്തപ്പോൾ അവൻ്റെ ജീവിതം ദൈവം എങ്ങനെ മാറ്റി. ഈ ആബ്രഹാമിന് കിട്ടിയൊരു വലിയ ഭാഗ്യം, ഈ ലോകത്തിലിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും പിതാവായി മാറുവാൻ ദൈവം ഒരു ഭാഗ്യം കൊടുത്തില്ലേ? അതെന്തുമാത്രം ഒരു വലിയ ഭാഗ്യം, ഈ ലോകത്തിൽ ആർക്കും ലഭിക്കാത്തത്. ആദാമിന് കിട്ടേണ്ട ഒരു ഭാഗ്യമാണ്. ആദാമിന് അത് കിട്ടിയില്ല.
ദൈവത്തിന് സ്തോത്രം. ആബ്രഹാമിനാണ് ദൈവം നിയമിച്ചത്. അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലെ, ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, ദൈവം നിന്റെ ഭവനത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തെങ്കിൽ, ദൈവം നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ദൈവം, നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം നിന്നെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. നീ വിട്ടുവന്നിരിക്കുന്ന ഭവനം, നിന്റെ ഫാമിലി, നിന്റെ റിലേറ്റീവ്സ്, നിന്റെ സ്വന്തക്കാർ, നിന്റെ സ്നേഹിതർ, നിന്റെ അയലോക്കത്തുകാർ, ഇവരുടെയെല്ലാം മധ്യയിൽ നിങ്ങൾ നാണിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അനേകർ നിങ്ങൾക്ക് ശത്രുവായി കാണും. ആ ശത്രുവിൻ്റെ മുന്നിൽ ദൈവം നിങ്ങൾക്ക് മേശ ഒരുക്കും. ശത്രു പെരുകുമ്പോൾ നമുക്കൊരു മേശ ഒരുക്കുകയാണ് ദൈവം. അതാണ് ദാവീദ് പറഞ്ഞത്. നിശ്ചയമായിട്ട് സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് മേശ ഒരുക്കുന്ന ദൈവമാണ്. അങ്ങനെങ്കിൽ നിങ്ങൾ ഒന്നും കണ്ട് പരിഭ്രമിക്കരുത്, പേടിക്കരുത്. ആബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം അങ്ങനെ തന്നെ ദൈവം അതേ നടത്തിയത്, അതേ പരിപാലിച്ചത് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ കർത്താവ് നമുക്കും അത് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അവിടെ പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുവാ വർദ്ധിപ്പിക്കുന്നത്? നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ഐശ്വര്യം, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, എല്ലാ വിധത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ദൈവം കൊടുത്ത വരങ്ങൾ, ദൈവം കൊടുത്ത കൃപകൾ, ദൈവം കൊടുത്ത അഭിഷേകം, ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും നിങ്ങളിൽ വർദ്ധിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് കലങ്ങരുത്, ഒന്നുകൊണ്ട് വേദനിക്കരുത്, ഒന്നുകൊണ്ട് പ്രയാസപ്പെടരുത്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലയോ, എന്നെ കൈവിട്ടോ, അങ്ങനെ നിങ്ങൾ കലങ്ങരുത്. ദൈവം വാഗ്ദത്തം തന്നെങ്കിൽ തന്നവൻ അങ്ങനെ തന്നെ നിവർത്തി ചെയ്യുവാൻ മതിയായവനാണ്. നിങ്ങളിത് ഏറ്റെടുക്കുക, വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും ഇത് ഏറ്റെടുക്കണം. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഞാൻ പറഞ്ഞതല്ല. ദൈവമാണ് പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്ത ദൈവം നമുക്കും ഈ 5-ാം മാസം 121 ദിവസം നമുക്കും കർത്താവ് ഈ വാഗ്ദത്തം തരിക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ രാവിലെ സമയത്ത് ഇരുട്ടോട് നിന്റെ പാദപ്പെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൂരത്തിലും സമീപത്തിലുമായിരുന്ന് ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആരുടെയെല്ലാം ഭവനത്തിലേക്ക് ഈ വാഗ്ദത്തം കടന്നു ചെല്ലുന്നുണ്ടോ അവരത് ഏറ്റെടുക്കുവാനും അത് വിശ്വസിക്കുവാനും തൻ്റെ ഹൃദയത്തിൽ ആഴമായത് പതിയുവാനും ഈ വാഗ്ദത്തത്തിൻ്റെ മേൽ വിശ്വാസം വെച്ചുകൊണ്ട് ഈ 5-ാം മാസത്തിൻ്റെ 1-ാം തീയതി മുതൽ അവസാന തീയതി വരെയിലും നടന്നു പോകുവാൻ എൻ്റെ കർത്താവ് കൃപ തരണം. ഈ മാസം നിൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം അനുഗ്രഹിക്കണം. അവിടെ എല്ലാ ജോലികൾ കർത്താവ് അനുഗ്രഹിക്കണം. അവിടെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണം. അവിടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, ശുശ്രൂഷകന്മാർ അനേകരനകത്തുണ്ട്. അവിടെ ശുശ്രൂഷയെ കർത്താവ് മാനിക്കണം. അവിടെ ദൈവം തമ്പുരാന്റെ ശക്തിയും ബലനും കൊടുത്ത് അവിടെ ശുശ്രൂഷയിൽ അധികമായിട്ട് ഒരു വലിയൊരു അനുഗ്രഹം കാണുവാൻ ദൈവം തമ്പുരാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഓരോരുത്തരുടെ ശരീരത്തിലും ഓരോരുത്തരുടെ ഭവനത്തിലും ഇപ്പോൾ വെളിപ്പെടട്ടെ. ക്ഷീണിതരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും, രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും, ഭാരത്തോടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും, കണ്ണുനീരോടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും. അവർക്കെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ വിടുതൽ ഇപ്പോൾ ഇത് കടന്നു ചെല്ലട്ടെ. ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. ദൈവത്തിൻ്റെ സന്തോഷം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. ആരെല്ലാം രോഗികളായി കിടക്കുന്നോ, ദൈവമേ, ഈ രാവിലെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അതേ ആണി അടിക്കപ്പെട്ട മുറിവേറ്റ കരം ഇപ്പം നിന്റെ കുഞ്ഞുങ്ങളെ തൊട്ട് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം, അത്ഭുതകരമായിട്ടുള്ള വിടുതൽ എൻ്റെ ദൈവം കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കണായി സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണായി സ്തോത്രം. ആബ്രഹാം വിശ്വസിച്ചതുപോലെ ഇതേ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, അതിൻ്റെ പ്രതിഫലത്തെ അനുഭവിക്കുവാൻ എൻ്റെ ദൈവം കൃപ തരണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവമേ, നീ അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടുത്താനായി സ്തോത്രം. നിന്റെ അത്ഭുതം ഇവിടെ നീ വെളിപ്പെടുത്താനായി സ്തോത്രം. നിന്റെ ദൈവ സമാധാനം, ദൈവ പ്രസന്നം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, ഒരുത്തരെ നീ കൈവിടരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും തള്ളിക്കളയരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വാഗ്ദത്ത വാക്യങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വന്തമാക്കട്ടെ, കരസ്ഥമാക്കട്ടെ. അവിടെ ഹൃദയത്തിൽ ആഴത്തിൽ അത് പതിയട്ടെ. ഈ വചനത്തിൻ്റെ മേൽ അന്ന് പത്രോസ് നടന്നതുപോലെ, സമുദ്രത്തിന്മേൽ നടന്നതുപോലെ ഈ വചനത്തിൻ്റെ മേൽ നിൻ്റെ കുഞ്ഞുങ്ങൾ നടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചാട്ട്. രോഗക്കിടക്കെല്ലാം ഒന്ന് മാറ്റി വിരിച്ചാട്ട്. കഷ്ടപ്പാടുകൾ, പട്ടിണിയെല്ലാം ഒന്ന് മാറ്റിക്കാട്ട്. എല്ലാ മരണഭയങ്ങൾ, മരണപേടികളെല്ലാം ഒന്ന് മാറ്റിക്കാട്ട്. എല്ലാ ബലഹീനങ്ങളും മാറ്റിക്കാട്ട്. അത്ഭുതത്തിൻ്റെ കരം ബലപ്പെടുത്തി കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വിടുവിക്കുന്നതിനായി സ്തോത്രം. അനേകരിപ്പോൾ വിടുതലായിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അനേകരുടെ ശരീരത്തിൽ റിലീഫ് ഉണ്ടാകുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിയുന്നതിനായി സ്തോത്രം. എല്ലാ രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നീ അത് ചെയ്തതിനായി നിനക്ക് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവമേ ഒരുത്തരെ നീ കൈവിടാതെ ഈ 5-ാം മാസത്തിൻ്റെ 1-ാം തീയതി കൊണ്ട് അവസാന നേരം വരെയിലും കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കണമേ. നിൻ്റെ കണ്ണവരോട് കൂടെ ഇരിക്കണമേ. നീ കൈപിടിച്ച് നടത്തണമേ. അനർത്ഥങ്ങൾ, ആപത്തുകൾ, വിപത്തുകൾ ഒന്നും വരരുതേ. അവരേതെല്ലാം രാജ്യങ്ങളിൽ യാത്ര ചെയ്താലും ഏതെല്ലാം ജോലികൾ ചെയ്താലും നിൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം അവിടെ വെളിപ്പെടുത്തണം. ഈ പറഞ്ഞ വാഗ്ദത്തം അങ്ങനെ തന്നെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ കൊണ്ടുവരണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞല്ലോ. നിൻ്റെ അനുഗ്രഹം, നിന്റെ വർദ്ധിപ്പിക്കുന്ന ഒരു സന്തോഷം ഒത്തവേ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ, ഓരോരുത്തരെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭവനത്തിലും ദൈവ സമാധാനം, എല്ലാ ശരീരത്തിലും ദൈവത്തിൻ്റെ വിടുതൽ, എല്ലാ ഹൃദയത്തിലും ദൈവത്തിൻ്റെ സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ എൻ്റെ ദൈവം സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ മാസം മുഴുവനും ഞങ്ങളെ കർത്താവ് കാത്തു സൂക്ഷിക്കണം. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾ, ഞങ്ങൾ ഓടുന്ന ഓട്ടങ്ങൾ, അധ്വാനങ്ങളെല്ലാം ദൈവം എൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സഭകൾ, ഞങ്ങളുടെ എല്ലാ ഉടൻ വേലക്കാർ, എന്നോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകല കുഞ്ഞുങ്ങൾ, സകല ഭവനങ്ങളെയും ദൈവം അനുഗ്രഹിച്ചാട്ട് ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. അടിയനെ നീ താഴ്ത്തുന്ന കർത്താവേ, നീ കാത്തുകൊള്ളണമേ, ബലപ്പെടുത്തണമേ. ഈ വാഗ്ദത്തം ഞങ്ങൾക്കും ഫലിക്കട്ടെ. നിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. സകല മഹത്വവും തിരുമേനിക്ക് ഞങ്ങളെ തറമട്ടമായി താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമാകും നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ വാഗ്ദത്തം നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കർത്താവ് നിങ്ങൾക്ക് തരും. ഒരനർത്ഥമോ ആപത്തോ ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വലിയ വിടുതൽ ദൈവം നിങ്ങൾക്ക് തരും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.